അപ്പം ഇതിന് പരിഹാരം എന്താണ്? ഈ ചൂടിന് പരിഹാരം എന്താണ്? മരം വെച്ച് പിടിപ്പിക്കൽ. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നോക്കുങ്ങൾ, റോഡുകളായി, മൊത്തം ഫ്ലാറ്റുകളായി, എന്നല്ല ഗ്രൗണ്ടുകൾ എന്ന തലത്തിൽ നിന്ന് മാറിയിട്ട് മൊത്തം ടർഫുകളായി. അത് കഴിഞ്ഞിട്ട് എല്ലാ മുറ്റവും കോൺക്രീറ്റ് ആയി. ഒരു തുള്ളി വെള്ളം ഊർന്നിറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഇല്ലാതെ. പാടങ്ങളായിരുന്നു ഭൂമിയുടെ അരിപ്പ. പാടത്ത് നിറഞ്ഞിരിക്കുന്ന വെള്ളം അടിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും, ഭൂഗർഭജലം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പാടങ്ങൾ പറ്റില്ലാതായി, ഉള്ള പാടങ്ങളൊക്കെ മണ്ണിട്ട് നിരത്തപ്പെട്ടു. നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരുന്നു ഭൂമിയെ, പ്രകൃതിയെ. അതുകൊണ്ട് ഭൂഗർഭജലം 4 മീറ്ററോളം കുറഞ്ഞു എന്നാണ്. പിന്നെ ആവശ്യത്തിനും വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. കേരളക്കാരൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, ബാത്റൂമിൽ പോയാൽ 4 ബക്കറ്റ്, ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ബക്കറ്റ്, കുളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പുറത്തു കൂടി നിങ്ങളുടെ ബാക്കിൽ ഒഴിച്ച് കളയാൻ കുറേ ബക്കറ്റ്, അതിനുവേണ്ടി കുറേ ബക്കറ്റ്, നിറച്ച് ബക്കറ്റ് വെള്ളം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒഴിക്കുക. അതിൻ്റെ നല്ലൊരു ശതമാനം പുറത്ത് ടച്ച് ചെയ്യാതെ ഭൂമിയിൽ അങ്ങോട്ട് വീണു പോവുക. നമ്മൾ സമുദ്രത്തിൽ നിന്ന് ഒതെടുക്കുകയാണെങ്കിൽ പോലും 3-ലപ്പുറം കൂട്ടാൻ പാടില്ലെന്നും കൂടുതൽ ജലം ഉപയോഗിക്കാൻ പാടില്ലെന്നും കൃത്യമായി പഠിപ്പിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ. ധാരാളമായി വെള്ളം ചെലവഴിക്കുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും മാറണം. നമ്മുടെയൊക്കെ നാടുകളിൽ പോലും കിണറിലെ വെള്ളം തീർന്നുകൊണ്ടിരിക്കുക, ഒരിക്കലും പറ്റാത്ത കിണറുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂഗർഭജലം വർദ്ധിപ്പിക്കാനുള്ള നമ്മുടേതായ പരിപാടികൾ നമ്മൾ ചെയ്യണം.